മക്കളെ, നമ്മൾ ഇന്ന് 10ാം ക്ലാസ്സിൻ്റെ 2025-26 സെക്കൻഡ് ടൈം ക്വസ്റ്റ്യൻ ആണ് നോക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം സഹി പ്രസ്താവ് ചുൻ ലേം എന്നാണ്. ആൻസർ ആയിട്ട് വരുന്നത് രാജാറാം ദില്ലി മേ ഓട്ടോ ചലാ രഹാ ഹൈ. രാജാറാം ദില്ലിയിൽ ഓട്ടോ ഓടിച്ചിരുന്നു. कोष्टक से सही शब्दों की मदद से वाक्य विस्तार करेമെന്നാണ്. ചേഹര, ഡ്രൈവർ, ക, ആയിനെ മേ ഇത്രയും ശബ്ദം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വാക്യവിസ്താർ ചെയ്യേണ്ടത്. ലേഖിക ദേഖത്തി ഹെ, ലേഖിക കാണുന്നു. ആൻസർ എഴുതിയോ നോക്കാം. ലേഖിക ചെഹര ദേഖത്തി ഹെ, ലേഖിക മുഖം കാണുന്നു. ലേഖിക ഡ്രൈവർ കാ ചെഹര ദേഖത്തി ഹെ, ലേഖിക ഡ്രൈവറുടെ മുഖം കാണുന്നു. ലേഖിക ആയിനെ മേൻ ഡ്രൈവർ കാ ചെഹര ദേഖത്തി ഹെ, ലേഖിക കണ്ണാടിയിൽ ഡ്രൈവറുടെ മുഖം കാണുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, संकेतों की सहायता से രാജാറാം की ചരിത്രഗത വിശേഷതാओं पर ടിപ്പണിയാണ് പറഞ്ഞത്. രാജാറാമിന്റെ ചരിത്ര पर ടിപ്പണിയാണ് നമ്മൾ നോക്കുന്നത്. ഗഗൻ ഗിൽ की संस्मरण दिल्ली में उन्हीं का मुख्य पात्र है രാജാറാം. ഗഗൻ ഗിലിന്റെ സംസ്മരണായിട്ടുള്ള ദില്ലി മേ ഉനീന്തേ എന്ന സംസ്മരണിലെ മുഖ്യ കഥാപാത്രമാണ് രാജാറാം. രാജാറാം ദില്ലി മേ ഓട്ടോ ചലാ രഹാ ഹൈ. രാജാറാം ഡൽഹിയിൽ ഓട്ടോ ഓടിക്കുന്നു. വഹ് സ്വാഭിമാനി ഓർ സാധാരണ വ്യക്തി ഹെ. അവൻ അഭിമാനിയും ഒരു സാധാരണ ഒരു ലളിത ജീവൻ നയിക്കുന്ന ഒരു വ്യക്തിയാണ്. വഹ് പരിശ്രം, ഈമാൻദാരി, സന്തോഷ് ഓർ സഹൻശീലത കാ സജീവ് ഉദാഹരൺ ഹെ. അവൻ സത്യസന്ധതയുടെയും സംതൃപ്തിയുടെയും സഹിഷ്ണുതയുടെയും ഒരു ഉദാഹരണമാണ്. ജീവിക്കുന്ന, സജീവ് പറഞ്ഞാൽ ജീവിക്കുന്ന, സജീവ് ഉദാഹരണ ഹെ, ജീവിക്കുന്ന ഉദാഹരണമാണ്. വഹ് ബേഘർ ഹെ, അപ്പനി ഓട്ടോ ഹി ഉസ്കാ ഘർ ഹെ. അവന് വീട് ഇല്ല, സ്വന്തം ഓട്ടോ തന്നെയാണ് വീടായിട്ടുള്ളത്. വഹ് സാധാരണ और സംവേദനശീൽ വ്യക്തി ഹെ. ലളിതനും സംവേദനക്ഷമതയുള്ളവനുമായ ഒരു വ്യക്തിയാണ് അവൻ. ഉസ്കാ ദൃഷ്ടികോൺ ഹമേശ ആശാവാദി രഹത്താ ഹെ. അവൻ്റെ കാഴ്ചപ്പാട് ശുഭാപ്തി വിശ്വാസമുള്ള ഒരു കാഴ്ചപ്പാടാണ് അവനുള്ളത്. ദൂസരോं को मदद करने की भावना भी है. മറ്റുള്ളവരെ സഹായിക്കാനുള്ള സന്നദ്ധതയും അവനുണ്ട്. മറ്റുള്ളവരെ സഹായിക്കാനുള്ള ഒരു മനസ്സും കൂടെയുള്ള ഒരു വ്യക്തിയാണ് രാജാറാം എന്നാണ് പറഞ്ഞത്. ഇനി അടുത്ത ചോദ്യം നോക്കാം. मान ले आप രാജാറാം കാ സാക്ഷാത്കാർ ലേനെ ജാ രഹാ ഹെ. നിങ്ങൾ രാജാറാമിനെ സാക്ഷാത്കാരത്തിന് വേണ്ടി, അഭിമുഖ സംഭാഷണത്തിന് വേണ്ടി, അഭിമുഖത്തിനായുള്ള ചോദ്യാവലി തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കതിൻ്റെ ആൻസർ നോക്കാം. क्या इससे पहले आप कोई और काम करते हैं? ഇതിനു മുമ്പ് വേറെ എന്തെങ്കിലും ജോലി നിങ്ങൾ ചെയ്തിരുന്നോ? आप रोजाना कहाँ सोते हैं और कैसे रहते हैं? എവിടെയാണ് താങ്കൾ എവിടെയാണ് നിത്യവും എന്ത് ചെയ്യുന്നത്, ഉറങ്ങുന്നത്, അതുപോലെ തന്നെ അവർ കൈസേ രഹത്തെ ഹെ, എങ്ങനെയാണ് ജീവിക്കുന്നത്. അടുത്തത്, ഓട്ടോ ചലാത്തെ സമയ ആപ്കോ സബ്സെ അധിക കഠിനായി കിസ് ബാത്ത് സെ. ഓട്ടോ ഓടിക്കുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം എന്താണ്? धूल धुएं और गमसी से आपकी सेहत पर क्या असर पड़ा है? പൊടി, പുക, അതുപോലെ ഗംസി, ചുമ. പൊടി, പുക, ചുമ എന്നിവ നിങ്ങളുടെ ആരോഗ്യത്തെ എങ്ങനെ ബാധിച്ചു? आप रोज का गाना कहाँ और कैसे गाते हैं? നിങ്ങളുടെ നിത്യഭക്ഷണം എവിടെ, എങ്ങനെ കഴിക്കും? എവിടെ നിന്നാണ് ഭക്ഷണം, നിങ്ങൾ എങ്ങനെയാണ് ഭക്ഷണം കഴിക്കുന്നത്, എവിടെ നിന്നാണ് കഴിക്കുന്നതാണ് ചോദ്യം. ആപ്കെ ലിയെ അച്ഛാ ദിൻ കിസേ കഹത്തെ ഹെ. നിങ്ങൾക്ക് ഒരു നല്ല ദിവസം എന്ന് പറയുന്നത് ഏതാണ്? ക്യാ ആപ്
आपने कभी സർക്കാർ से किसी मदद की उम्मीद की है? സർക്കാരിൽ നിന്ന് എന്തെങ്കിലും സഹായം നിങ്ങൾ എപ്പോഴെങ്കിലും പ്രതീക്ഷിച്ചിട്ടുണ്ടോ? അടുത്ത നാലാമത്തെ ചോദ്യമാണ്. വിശേഷൺ ശബ്ദം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആത്മി എന്നാൽ മനുഷ്യൻ, ദൂസരി രണ്ടാമത്തെ, ദുനിയ ലോകം, ഹിക്കാരത്ത്. അപ്പൊ ഇതിലേതാണ് രണ്ടാമത്തെ അല്ലെ? ദൂസരി എന്നതാണ് അതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അഞ്ചാമത്തെ ചോദ്യം. പൈദൽ ചലത്തെ ഹുയെ ആദ്മി കെ ബാരെ മേ കാർ മേ ബൈഠനെ വാലോं के विचार क्या है? കാൽനടക്കാരായിട്ടുള്ള വ്യക്തികളെ കുറിച്ച് കാറിൽ പോകുന്നവരുടെ ചിന്ത എന്താണ് എന്നാണ് ചോദ്യം. ആൻസർ നോക്കാം. ഇക്കാരത്ത് സേ ദേഖ്തേ ഹേ പൈദൽ ചലത്തെ ഹുയെ ആദ്മി തുച്ഛ് ദുർബൽ ഗരീബ് ഹെ, സമാജ് മേ ഉൻകെ ലിയെ കോയി വിശേഷ സ്ഥാൻ നഹീ ഹെ. എന്താണ്? അവർ ബലഹീനരും ദുർബലരും ദരിദ്രരുമായ നടന്നു പോകുന്ന മനുഷ്യരെ അവര് പുച്ഛത്തോടെ കാണുന്നു. എങ്ങനെയാണ് ആ നടന്നു പോകുന്ന മനുഷ്യർ എങ്ങനെയുള്ളവരാണെന്ന് കരുതിയിട്ടാണ് അവർ പുച്ഛത്തോടെ കാണുന്നത്? പൈദൽ ചലത്തെ ഹുയെ ആദ്മി തുച്ഛ് ദുർബൽ ഗരീബ് ഹെ, സമാജ് മേ ഉൻകെ ലിയെ കോയി വിശേഷ സ്ഥാൻ നഹീ ഹെ. അവർക്ക് സമൂഹത്തിൽ വിശേഷമായിട്ട് സമൂഹത്തിൽ പ്രത്യേക സ്ഥാനമൊന്നുമില്ല എന്ന രീതിയിലാണ് അവരെ കാണുന്നത്. ആ കാറിലിരിക്കുന്നവരുടെ ചിന്തയാണ്. കാറിലിരിക്കുന്നവരുടെ ചിന്ത എന്താണ്? അവർ പുച്ഛത്തോടു കൂടി നോക്കുന്നു. കാൽനടയായിട്ട് പോകുന്നവര് അതുപോലെ തന്നെ ദുർബലരും ദരിദ്രരും ബലഹീനരും ആണ് എന്ന രീതിയിൽ അവർ എന്ത് ചെയ്യാണ്? ആ പുച്ഛത്തോടെ നോക്കുകയും പിന്നെ അവർക്ക് സമൂഹത്തിൽ പ്രത്യേക സ്ഥാനമൊന്നുമില്ല എന്ന രീതിയിൽ അവരെ പുച്ഛത്തോടെ നോക്കുകയും ചെയ്യുന്നു. ആറാമത്തെ ചോദ്യം. ഗലീലിയോ കി ബാത്തേ സുൻകർ പിതാനെ ക്യാ ജവാബ് ദിയ? ഗലീലിയോയുടെ ബാത്തേം, ഗലീലിയോ പറഞ്ഞ കാര്യം കേട്ടിട്ട് പിതാവിന്റെ മറുപടി എന്തായിരുന്നു? സച്ച് ബോൽനെ കി ഭാവന കോ ഹമേശ ബനായെ രഖ്ന, സത്യം പറയാനുള്ള എപ്പോഴും സത്യം പറയാനുള്ള മനസ്സ് നിലനിർത്തുക എന്നതായിരുന്നു. അതായത് मैं तुमसे यही सुनना चाहा था और इस भावना को हमेशा बनाए रखना तभी तुम सच्चे वैज्ञानिक बन पाओगे. ഇതാണ് അദ്ദേഹം ഇസ് പർ പിതാ നാരാസ് ഹോനെ കാ ബജായ് ഖുശ് ഹുയി ഓർ കഹാ. കണ്ടോ? പറഞ്ഞ കാര്യം എന്താണെന്ന് ഇവിടെ ഷോർട്ടായിട്ടാണ് നിങ്ങൾക്ക് അവിടെ തന്ന ആൻസർ. നിങ്ങൾക്ക് ഈ പാരഗ്രാഫിൽ നിന്ന് ഇങ്ങനെ തന്നെ എടുത്തെഴുതാവുന്നതാണ്. मैं तुमसे यही सुनना चाहता था और इस भावना को हमेशा बनाए रखना और इस भावना को हमेशा ബനായ രഖ്ന. അതായത് ഏത് ഭാവനയാണ്? और इस ഭാവനക്കോ എന്നാണ് ആ പാരഗ്രാഫിൽ പറഞ്ഞത്. ഏത് ഭാവനയെയാണ് എപ്പോഴും ഇങ്ങനത്തെ നിലനിർത്താൻ വേണ്ടിയിട്ട് പറഞ്ഞത്? സത്യം പറയാനുള്ള ആ മനസ്സിലെ. അപ്പൊ സച്ച് ബോലിനേക്ക് ഈ ഭാവനക്കോ ഹമേശ ബനായ രഖ്ന എന്ന ആൻസർ എഴുതാം. അതല്ലെങ്കിൽ ഈ പാരഗ്രാഫിൽ നിന്ന് നിങ്ങൾക്ക് എടുത്തെഴുതാം. ശരിയാണ്. ഇനി അടുത്തത് ഗലീലിയോ കി ബാത്തേ സുൻകർ പിതാ പറഞ്ഞ് അടുത്തത് ഗലീലിയോ കി വൈജ്ഞാനിക് ബന്നെ കി ഇച്ഛാ സേ, സോറി ഏഴാമത്തെ നമ്മൾ നോക്കിയിട്ടില്ല. ഗലീലിയോ കി ബാത്തേ സുൻകർ പിതാ ഖുശ് ഹുയെ പിതാ കി ഉസ് ദിൻ കി ഡയറി കൽപ്പന കർക്കെ ലിഖിയാണ് പറഞ്ഞത്. ഏഴാമത്തത് ഡയറി എഴുതാനാണ്. പിതാവിൻ്റെ ഡയറി. ദിൻ ദിനാങ്ക് എഴുതണം. ദിൻ ദിനാങ്ക് കായാണ്. ദിൻ ദിനാങ്ക് എഴുതുക. പിന്നെ ആജ് കാ ദിൻ മേ കൈസേ പോലും, ഇന്നത്തെ ദിവസം ഞാൻ എങ്ങനെ മറക്കും. ഗലീലിയോ സെ വിജ്ഞാൻ പഠനെ കോ ലേക്കർ ലംബി ബാത്ചീത് ഹുയി, ശാസ്ത്രം പഠിക്കുന്നതിനെ കുറിച്ച് ഗലീലിയോയുമായിട്ട് ഞാൻ ഒരു നീണ്ട സംഭാഷണം നടത്തി. मैं चाहता हूं कि मेरा बेटा एक डॉक्टर बने, ഞാൻ എൻ്റെ മകൻ ഒരു ഡോക്ടർ ആവണമെന്ന് ആഗ്രഹിച്ചു. ലേക്കിൻ വഹ് വിജ്ഞാൻ പഠന ചാഹ, പക്ഷേ അവൻ എന്താണ് ആഗ്രഹിച്ചത്? ആ ശാസ്ത്രം പഠിക്കാൻ ആഗ്രഹിച്ചു.
മുझേ ദോടി ചിന്താ ഭി ഹുയി വിഖ്യാൻ കഠിൻ വിഷയ് ഹേ. എനിക്ക് ഒരു ചിന്ത, അതായത് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. എന്താണ്? ശാസ്ത്രം കഠിനമായിട്ടുള്ള പ്രയാസമേറിയ വിഷയമാണ്. പർ ആജ് മേനെ ഉസ്കെ പ്രശ്നോമേ ഏക് അലഗ് ചമക് ദേക്കി. പക്ഷേ ഇന്ന് ഞാൻ അവൻ്റെ ചോദ്യങ്ങളിൽ വ്യത്യസ്തമായിട്ടുള്ളൊരു തിളക്കം കണ്ടു. ആജ് മന്മേം സുവിധ ഹേ. ഇന്ന് എൻ്റെ മനസ്സിൽ നല്ലൊരു സുവിധ, സന്തോഷമുണ്ട്. എൻ്റെ മനസ്സിൽ നല്ലൊരു ആശ്വാസമുണ്ട്. പർ സാത്ത് ഹി ഗർവ്. കൂടെ തന്നെ എനിക്ക് അഹങ്കാരവും തോന്നുന്നു, അഭിമാനം തോന്നുന്നു. സാത്ത് ഹി ഗർവ്, ഗർവ് അഭിമാനം, അഹങ്കാരം രണ്ടർത്ഥമുണ്ട്. ഇവിടെ എന്താണ്? പിതാവിന് മകൻ്റെ ആ ഒരു തൻ്റേതായിട്ടുള്ള തീരുമാനങ്ങൾ എടുത്ത് ചെയ്യാനുള്ള ഒരു തൻ്റെ ഇടം മകന് വന്ന കാര്യത്തിൽ പിതാവിന് എന്ത് തോന്നുന്നുണ്ടെന്നാണ് പറഞ്ഞത്? അഭിമാനം തോന്നുന്നു. शायद उसका रास्ता अलग है, वह सही मार्ग चुने और सफल बने. ഒരു പക്ഷേ അവൻ്റെ പാത വ്യത്യസ്തമായിരിക്കാം, അവൻ ശരിയായത് തിരഞ്ഞെടുത്ത് വിജയിക്കണം എന്നാണ് പിതാവ് ഡയറി എഴുതിയിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്തത് ക്വസ്റ്റ്യൻ ആണ്, ഗലീലിയോയുടെ ഡയറിയാണ്. ഗലീലിയോയുടെ ഡയറി നോക്കാം. ദിനാങ്ക് എഴുതുക. മേരാ ജീവൻ കാ അവിസ്മരണീയ ദിൻ. ഇന്ന് എൻ്റെ ജീവിതത്തിൻ്റെ അവിസ്മരണീയമായ ദിവസമായിരുന്നു. ആജ് കാ ദിൻ കഭി ഭൂൽ നഹീ സക്ത. ഇന്നത്തെ ദിവസം എനിക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കുകയില്ല. പിതാസെ വിജ്ഞാൻ പഠനേക്കോ ലേക്കർ ലംബി ബാത്ചീത് ഹുയി. പിതാവുമായിട്ട് ശാസ്ത്രം പഠിക്കുന്നതിനെ കുറിച്ചിട്ടൊരു നീണ്ട ചർച്ച തന്നെ നടന്നു. പിതാനെ മുझे एक ഡോക്ടർ ബനന ചാഹതാ. പിതാവ് എന്നെ ഒരു ഡോക്ടർ ആക്കാനാണ് ആഗ്രഹിച്ചിരുന്നത്. ലേക്കിൻ മേരാ മൻ ഏക് വൈജ്ഞാനിക് ബന്ന ചാഹ. പക്ഷെ എൻ്റെ മനസ്സ് ഒരു ശാസ്ത്രജ്ഞനാകാൻ വേണ്ടി ആഗ്രഹിച്ചു. മേരാ ബാത്തേം സുൻകർ പിതാബി ഖുഷ് ഹുയെ. എൻ്റെ സംസാരം കേട്ട പിതാവും സന്തോഷവാനായി. വൈജ്ഞാനിക് പഠനേ കി ഇച്ഛാ സെ പിതാബി സഹമത്ത് ഹോ ഗയി. എൻ്റെ ശാസ്ത്രം പഠിക്കാനുള്ള ആ ആഗ്രഹത്തിനോട് അച്ഛനും യോജിച്ചു. ഖുശി കാ ദിൻ, സന്തോഷത്തിൻ്റെ ദിവസം. ഹേ ഭഗവാൻ. അടുത്ത 8ാമത്തെ ചോദ്യമാണ്. ഉസ്കെ മേ നിഹിത് സർവനാമാണ് ചോദിച്ചിരിക്കുന്നത്. വഹ ആണ് ഉസ്കെ എന്നതിലെ സർവനാമം. 8ാമത്തെ ചോദ്യം വഹ ആണ് ഉസ്കെ എന്നതിലെ സർവനാമം. ഇനി അടുത്തത് നോക്കാം. നമൂനയ്ക്ക് അനുസാർ ലിഖിയം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ലഡ്കിയ ഫൂൽ തോടത്തി ഹേ. ഇവിടെ എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ദേഖ്തേ ദേ എന്നാണ് അല്ലേ. ഇവിടെയോ ദേഖ്തേ ഹേ എന്നാണ്, ഇവിടെ ദേഖ്തേ ദേ എന്നാണ്. അപ്പം ഇവിടെ തോടത്തി ഹേ എന്നാണ്. അപ്പം അപ്പുറത്തേക്ക് അങ്ങനെ വരും. തോട് കഴിഞ്ഞിട്ട് ഇവിടെ തേ ആണ്, അപ്പം ഇവിടെ തീ അല്ലേ. തോടത്തി ഹേ എന്നതോ ദേ ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും? ദി എന്ന് വരും അല്ലേ. ലഡ്കിയാം എന്നുള്ളതുകൊണ്ട് ദി ഇവിടെ സ്ത്രീലിംഗാണ്, സ്ത്രീലിംഗ ബഹുവചനാണ്. അപ്പം എന്താണ്? ദീം എന്ന് വരും. ലഡ്കിയാ ഫൂൽ തോടത്തി ദീം എന്നാണ്. ലഡ്കിയാ ഫൂൽ തോടത്തി ദീം എന്നാണ് വരുന്നത്. അടുത്തത് 9ാമത്തെ ചോദ്യം. കേശവ് കോ ക്യോം ഡോക്ടർ കെ പാസ് ലേ ഗയി. കേശവിനെ എന്തിനാണ് ഡോക്ടറുടെ അടുത്തേക്ക് കൊണ്ടുപോയത്? छत से गिरकर केशव के हाथ पैर की हड्डियां टूट गई. ടൂട്ട് ഗയി എന്ന ആൻസർ എഴുതാം. അല്ലെങ്കിൽ എന്ത് ചെയ്യാം? ഗായൽ പട എന്നത് ഇതിലേതെങ്കിലും ഒന്നാണ് എഴുതേണ്ടത് കേട്ടോ. രണ്ടും കൂടെ എഴുതണ്ട, ഏതെങ്കിലും ഒന്ന് എഴുതാം. छत से गिरकर केशव के हाथ पैर की हड्डियां टूट गई. പിന്നെ ഈ ദായം കൂടെ എഴുതാം. ടൂട്ട് ഗയി ഇത് അതുകൊണ്ടാണ് അവനെ കൊണ്ടുപോയത്. അല്ലെങ്കിൽ छत से गिरकर केशव ഗായൽ പട കേട്ടോ. അതിലേതെങ്കിലും ഒന്ന്. ഒന്നുകിൽ ഹാത്ത് പർ ഹട്ടിയാൻ ടൂട്ടെന്ന് എഴുതാം, അല്ലെങ്കിൽ ഗായൽ പടാന്ന് എഴുതാം. ഇനി 10ാമത്തെ ചോദ്യം. കഹാനി കെ ഇസ് അംശ കെ ആധാർ പർ പഠിക്കഥാ കാ എക് ദൃശ്യ ലിഖിയം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ നമ്മളോട് ഇവിടെ തന്നിരിക്കുന്ന ഭാഗം, ഇവര് ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് വരികയാണ്. ഓട്ടോറിക്ഷയിൽ ഇരിക്കുകയാണ്. ആരൊക്കെ?
കേശവൻ്റെ അച്ഛനും അമ്മയും കേശവും. ആ സമയത്ത് ഈ കുട്ടികൾ കേശവനെ കാണാൻ വേണ്ടിയിട്ട് ഓട്ടോയ്ക്ക് അരികിലേക്ക് ചെല്ലുന്ന ഭാഗമാണ് നമുക്കിവിടെ തന്നിരിക്കുന്നത്. അങ്കിൾ കേശവ് കൈസാ ഹെ, ആൻറ്റി ഡോക്ടർ ക്യാ ബോലെ, കേശവൻ എങ്ങനെയുണ്ട്, ഡോക്ടർ എന്താണ് പറഞ്ഞത്, അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ കുട്ടികൾ ചോദിക്കുന്ന ഭാഗമാണ് നമുക്ക് തന്നത്. അപ്പോൾ ഈ ഭാഗത്ത് നിന്നാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, പടുക്കഥ ഉണ്ടാക്കേണ്ടത്. അപ്പോൾ നമുക്ക് പടുക്കഥ ഉണ്ടാക്കിയത് നോക്കാം. ആദ്യം തന്നെ സീൻ അല്ലെങ്കിൽ ദൃശ്യം എന്ന് എഴുതണം. ദൃശ്യ ഏക്ക് എന്ന് എഴുതുക, നമ്പർ ഇടാം, അല്ലെങ്കിൽ ഏക്ക് ദോ അങ്ങനെ എഴുതാം. ഓക്കെ, ഏക്ക് എന്ന് എഴുതാം. പിന്നെ സ്ഥലം ഓട്ടോറിക്ഷയാണ്, സമയം 10 മണി. കേശവ് ഉമ്ര 8 വയസ്സാണ് കേശവിന്. വേഷം കുർത്തയും പൈജാമയുമാണ്. ഓർ ഈ രാ അങ്ങോട്ടുള്ളതാണ് കേട്ടോ, ഓർ പൈജാമ. അതുപോലെ തന്നെ കേശവന്റെ പിതാവ് വയസ്സ് 40, വേഷം കുർത്ത ഓർ പത്ലൂനാണ്. കേശവന്റെ അമ്മ ഏകദേശ പ്രായം 35 വയസ്സ്, സാരിയും ബ്ലൗസുമാണ് ധരിച്ചിരിക്കുന്നത്. ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ, ക്രിക്കറ്റ് ടീമിന്റെ ക്യാപ്റ്റന്റെ വയസ്സ് ഏകദേശം 12 ആണ്. കുർത്തയും ഇവിടെ രാ അങ്ങോട്ടേക്ക് വരും കേട്ടോ, അത് ഇതിന്റെ കൂടെ കൂടിയിട്ട്. അപ്പൊ എന്താണ്, കുർത്ത ഓർ പൈജാമയാണ്. 3-4 ടീം കെ ലടുക്കി, അതുപോലെ തന്നെ 3-4 ടീമിലുള്ള അംഗങ്ങളും കൂടെ ഉണ്ട്. 3-4 ടീമിലെ കുട്ടികളും കൂടെ ഇതിലുണ്ട് കഥാപാത്രങ്ങളായിട്ട്. ഇനി നമുക്കിതിൻ്റെ പ്രസംഗം, അതായത് സന്ദർഭം എന്താണെന്ന് നോക്കാം. ഇമാരത്ത് സെ ഗിർഖർ ഗംഭീർ രൂപമേം घायल हुए केशव को देखने के लिए क्रिकेट टीम के कैप्टन और दोस्त आते हैं. ഈ കെട്ടിടത്തിൽ നിന്നും താഴെ വീണിട്ട് നല്ല രീതിയിൽ മുറിവേറ്റ കേശവനെ കാണാൻ വേണ്ടി ക്രിക്കറ്റ് ടീമിലെ ക്യാപ്റ്റനും കൂട്ടുകാരും എത്തുന്നതാണ് അതിൻ്റെ പ്രസംഗ്. ഇനി നമുക്ക് സംവാദം നോക്കാം. ക്യാപ്റ്റൻ, അങ്കിൾ കേശവ് കൈസാ ഹെ, കേശവ് എങ്ങനെയുണ്ട്. അപ്പോൾ രണ്ടാമത്തെ കുട്ടി പറയാണ്, ആൻറ്റി ഡോക്ടർ ക്യാ ബോലെ, ആൻറ്റി ഡോക്ടർ എന്താണ് പറഞ്ഞത്. അപ്പം മൂന്നാമത്തെ കുട്ടി ചോദിക്കുകയാണ്, ജൽദി ടീക്ക് ഹോ ജായേഗാന, പെട്ടെന്ന് തന്നെ സുഖമാവും എന്ന് പറയാണ് മൂന്നാമത്തെ ആള്. തും ജൽദി ടീക്ക് ഹോ ജാവോഗെ കേശവ്, ക്യാപ്റ്റൻ വീണ്ടും പറയുന്നു, നിനക്ക് വീണ്ടും വീണ്ടും പറയാണ്, തും ജൽദി, നിനക്ക് പെട്ടെന്ന് തന്നെ എല്ലാം സുഖമാകും കേശവ്. കേശവ് ധന്യവാദ പറയുന്നു. ക്യാപ്റ്റൻ, ആൻറ്റി യഹ് ബിസ്ക്കറ്റ് ഉസേ ഭൂക്ക് ലഗോഗി തോ സെരൂർ ഗിലാന, ആൻറ്റി അവന് വിശക്കുകയാണെങ്കിൽ ഈ ബിസ്ക്കറ്റ് തീർച്ചയായിട്ടും കൊടുക്കണം. ആൻറ്റി പറയുന്നു, സെരൂർ ബേട്ട, തീർച്ചയായും മോനെ. ക്യാപ്റ്റൻ, ഇവിടെ ക്യാപ്റ്റൻ എന്നുള്ളത് ഇതുപോലെയാണ് വരിക കേട്ടോ, ഇതുപോലെയാണ് എഴുതേണ്ടത്. ഈ രണ്ടും വ്യത്യാസം വന്നിട്ടുണ്ട്, ശ്രദ്ധിക്കണം. ഇത് രണ്ടും നിങ്ങൾ മുകളിലുള്ളത് പോലെ എഴുതണം. ഓക്കെ, പാൻ്റെ പകുതി മാത്രമേ വരുള്ളൂ, പാൻ്റെ പകുതിയേ വരുള്ളൂ. अब കണ്ടിട്ട് ഇത്തിരി സ്പേസ് ഇട്ടുണ്ട്. अब जब तुम लौटोगे केशव तो हमारी टीम में गेले, ഇനി എപ്പോഴാണ് കേശവ് നീ തിരിച്ചു വരുന്നത്, അപ്പോൾ ഞങ്ങളുടെ ടീമിൽ കളിക്കണം. ക്യാപ്റ്റൻ പറയാണ്. അങ്ങനെ സീൻ അവസാനിക്കുന്നു. അതാണ് അതിൻ്റെ സംവാദം ഉണ്ടാക്കിയത്. ഇനി 11ാമത്തെ ചോദ്യമാണ്. ഏണ്ട് കാ സമാനാർത്ഥി ശബ്ദ കോൻസാഹ എന്നാണ്. ഏണ്ട് എന്നതിൻ്റെ അതേ അർത്ഥം വരുന്ന പദം ഏതാണെന്നാണ് ചോദ്യം. ഗർവ്. ഏണ്ടിൻ്റെ അതേ അർത്ഥം വരുന്ന എന്താണ്, ഗർവ്. ഗർവ് പറഞ്ഞാൽ അഹങ്കാരം, അഭിമാനം എന്നൊക്കെയാണ് അർത്ഥം. അപ്പോൾ എന്താണ് ഇവിടെ ഗർവ്. ഏണ്ട് പറഞ്ഞാൽ ഏണ്ടിൻ്റെ അതേ അർത്ഥം വരുന്നതാണ് ചോദിച്ചത്. അപ്പോൾ അതിൻ്റെ സമാനാർത്ഥം വരുന്ന എന്താണ്, ഗർവാണ്. ഇനി 12ാമത്തെ ചോദ്യം. ഏണ്ടുക്കോ യഹാ ബേചാരി ക്യോ കഹാ ഗയാ ഹെ, ഏണ്ടിനെ ഇവിടെ പാവം എന്ന് പറഞ്ഞത് എന്തുകൊണ്ടാണ്. തിനുക്കേക്ക് സാമനെ സെ ഏണ്ട് ഡർക്കർ ഭാഗി, പുൽക്കൊടിക്ക് മുമ്പിൽ അഹങ്കാരം എന്ത് ചെയ്തു, പേടിച്ചു ഓടിപ്പോയി. ഇസ്ലിയേ ഉസേ ബേചാരി കഹാ ഗയാ ഹെ, അതുകൊണ്ടാണ് അതിനെന്ത് പറയുന്നത്, പാവം എന്ന് പറഞ്ഞത്. 13ാമത്തെ ചോദ്യം. കവി ഓർ കവിത കാ പരിചയ ദേത്തെ ഹുയെ കവിതാംശ കാ ആശയ ലിഖിए,
കവിയെയും അതുപോലെ തന്നെ കവിതയെയും പരിചയപ്പെടുത്തിക്കൊണ്ട് കവി പരിചയം നടത്തിക്കൊണ്ട് എന്ത് ചെയ്യുക, കവിതയുടെ ആശയം എഴുതാനാണ് പറഞ്ഞത്. ഇത് നമ്മൾ പഠിച്ചതാണ് തിനുക്ക എന്ന കവിതയുടെ ആശയം. കവിത ആശय अयोध्या सिंह उपाध्याय हरिऔध जी के लिखा हुआ एक सरल कविता है तिनका। इसमें कवि मनुष्य के घमंड के बारे में कहता है। एक दिन कवि छत के मुंडेर पर गड़े थे। उसी समय एक तिनका उड़ता हुआ आया और उनकी आंखों में गिर पड़ा। आंख में पीड़ा होने लगी और आंख लाल होगी। कवि बहुत बेचैन हो गए। लोग कपड़े की मुंड से आंख के तिनका निकालना शुरू कर दिया। कवि की मन व्यंग्य करके कवि को सुना दिया कि तुम क्यों इतना गर्व करते थे, तुम्हारा गर्व दूर करने के लिए तो छोटा सा तिनका काफी है। मनुष्य को किसी भी स्थिति में गर्व नहीं करना चाहिए। यह संदेश कविता से मिलती है। കവിത की ഭാഷ सरल है. നമ്മൾ പഠിച്ചതാണ്, എങ്കിലും അതിൻ്റെ അർത്ഥം ഒന്ന് സ്പീഡായിട്ട് പറയാം. ഒരു ദിവസം കവി ആ ടെറസിൽ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. ആ സമയത്ത് ഒരു വൈക്കോൽ കഷ്ണം പറന്നു വന്നിട്ട് കവിയുടെ കണ്ണിൽ വീണു. കണ്ണ് വേദനിക്കാൻ തുടങ്ങി. പിന്നെ കണ്ണ് എന്തായി, ചുവന്നു. കവി വല്ലാതെ അസ്വസ്ഥനായി. ആളുകൾ ഒരു തുണി ഉപയോഗിച്ച് വൈക്കോൽ നീക്കം ചെയ്യാൻ വേണ്ടി തുടങ്ങി. കവിയുടെ മനസ്സ് കവിയോട് പരിഹാസപൂർവ്വം പറയുകയാണ്, നീ എന്തിനാണ് ഇത്രയും അഹങ്കരിച്ചത്? ഒരു ചെറിയ വൈക്കോൽ കഷ്ണം മതി നിന്റെ അഹങ്കാരം ഇല്ലാതെയാക്കാൻ എന്ന് പറയുകയാണ്. ഒരു വ്യക്തിയും ഒരു സാഹചര്യത്തിലും അഹങ്കരിക്കരുത് എന്നാണ് ഈ കവിതയിലൂടെ നമുക്ക് നൽകുന്ന സന്ദേശം. കവിയുടെ ഭാഷ വളരെ ലളിതമായ ഭാഷയാണ്. ഇനി 14ാമത്തെ ചോദ്യം, नीचे दिए प्रस्ताव पढ़े और सही विकल्प चुनकर लिखिए എന്നാണ്. सच्चाई छिपाकर चापलूसी करने के सर्वनाश होता है. अपनी बातों से औरों को सताना अनिवार्य है. सभी उपदेश सच्चे और हितकारी होते हैं. നമുക്ക് അതിൻ്റെ കറക്റ്റ് ആൻസർ എന്താണെന്ന് നോക്കാം. 14ാമത്തത് 1 ഉം 3 ആണ് അതിൻ്റെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 1 ഉം 3. सच्चाई छिपाकर चापलूसी करने के सर्वनाश. ओके, सभी उपदेश सच्चे और हितकारी होने हैं. നമൂനെ के अनुसार താലിക की പൂർത്തി करें. അടുത്തത് മാതൃക അനുസരിച്ചിട്ട് ഇവിടെ പൂരിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആസ് പറഞ്ഞ ആശ, നാസ് അതുപോലെ തന്നെ തൻ. അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. ആസ് പറഞ്ഞ ആശ, നാസ് പറഞ്ഞ നാശ്, തൻ പറഞ്ഞാൽ ശരീരം. അടുത്തത് 16ാമത്തെ ചോദ്യമാണ്. ഇസ് ഗദ്യാംശ കെ ലിയെ ഉചിത് ശീർഷക ലിഖേം. ഇതിനു വേണ്ടിയിട്ട് ഉചിതമായിട്ടുള്ള ഒരു ശീർഷക നൽകാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് हर साल 10 दिसंबर को विश्व मानवाधिकार दिवस मनाया जाता है. ഇതിന് നമുക്ക് ഒരു मानवाधिकार दिवस मनाया जाता है. उसी दिन में संयुक्त राष्ट्र संघ के मानवाधिकारों की घोषणा की थी. यह दिन मनुष्यों के जन्मसिद्ध अधिकारों पर आधारित है. इसका मुख्य उद्देश्य लोगों को उनके अधिकारों के बारे में बताना है. से न्याय और शांति सुनिश्चित होती है. यह विश्व भेदभाव और अत्याचार को समाप्त करने की प्रेरणा देता है. मानवाधिकारों की रक्षा करना हर व्यक्ति का काम है. അപ്പോൾ നമുക്കിതിന് മാനവാധികാർ എന്ന് എന്ത് ചെയ്യാം, ഇതിന് സൈഡ് ഹെഡിങ് കൊടുക്കാം. അത്യാവശ്യം ഉചിത ശീർഷകമല്ലേ ചോദിച്ചത്, അപ്പോൾ അതിൻ്റെ ശീർഷകമായിട്ട് നമുക്ക് മാനവാധികാർ എന്ന് കൊടുക്കാം. ഡിസംബർ 10 വിശ്വ മാനവാധികാർ ദിവസ്. അങ്ങനെയും നമുക്കതിനെന്ത് ചെയ്യാം, हेडिंग കൊടുക്കാം. ഇനി मान लें 10 दिसंबर 2025 आपको स्कूल में हर मानवता का समान अधिकार है എന്ന വിഷയത്തിനെ കുറിച്ചിട്ടൊരു സങ്കോഷ്ടി നടക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനാണ് പറഞ്ഞത്, പോസ്റ്റർ ഉണ്ടാക്കാനാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്നതാണ് പോസ്റ്റർ ഉണ്ടാക്കാനായിട്ട്. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ പോസ്റ്റർ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കും. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണല്ലോ പോസ്റ്റർ ഉണ്ടാക്കുക എന്ന കാര്യം. അത് ഞാനിവിടെ ചെയ്തിട്ടില്ല.
അത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ കാര്യങ്ങളെല്ലാം ഇതിലുണ്ട്. എന്താണ് ഡേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഡിസംബർ 10, 2025 നിങ്ങളുടെ സ്കൂളിൽ എന്താണ് വിഷയം തന്നിരിക്കുന്നത്? ഹർ മാനവ് കാ സമാൻ അധികാർ ഹേ. ഇത് വിഷയമായിട്ട് കൊടുക്കുക. പിന്നെ ഡേറ്റും അതുപോലെ തന്നെ സമയമൊക്കെ വെച്ചിട്ട് എന്ത് ചെയ്യുക? പോസ്റ്റർ ഉണ്ടാക്കുക. ഓക്കെ, അപ്പോൾ എത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ഉള്ളത്? എല്ലാവരും ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ, സുഖമില്ല, പനിയും അതുപോലെ തന്നെ ജലദോഷവും ശരീരവേദനയൊക്കെ ആയിട്ട് സുഖമില്ലാത്ത അവസ്ഥയിലാണ് ഞാൻ ഈ ക്ലാസ് ചെയ്യുന്നത്. എന്തെങ്കിലും മിസ്റ്റേക്കുകൾ, അതായത് സൗണ്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നമ്മൾ വായിക്കുന്നതിനിടയ്ക്ക് എന്താണ് ചില പറയുന്ന സമയത്ത് ചില വാക്കുകളൊക്കെ അങ്ങനെ മിസ്റ്റേക്കായി പോകുന്നത് പോലെയൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. നാവിൻ്റെ പ്രശ്നം ഈ സുഖമില്ലാത്ത കാരണത്താൽ എല്ലാവരും ചെയ്യണം. നിങ്ങൾ ക്ലാസ് ഫുള്ളായിട്ട് കാണണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കണം. ഓക്കെ.